എല്ലാവർക്കും നമസ്കാരം. മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്രാടം നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലമാണ് പറയുന്നത്. ഏപ്രിൽ 2025 മുതൽ അടുത്ത 2026 വരെയുള്ള ഒരു വർഷത്തെ കാലത്തെ ഫലം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രാടം നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ വിഷുഫലമാണ് പറയുന്നത്. Queen of Pentacles, Nine of Cups, Two of Pentacles, Queen of Swords, King of Pentacles, Death card. ആദ്യം തന്നെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഈ ഒരു വർഷം വളരെ വലിയ പൊസിഷനിലേക്ക്, വലിയ സാധ്യതകൾ കീഴടക്കാനുള്ളൊരു വർഷം എന്ന് പറയാം. വലിയ വലിയ പൊസിഷനിലേക്ക് എത്തുന്ന സമയമാണ്. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, നിങ്ങൾ വ്യക്തമായിട്ടുള്ളൊരു ലക്ഷ്യം ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് എപ്പോഴും അതുണ്ടായിരിക്കേണ്ടതാണ്. എന്നാലും പ്രത്യേകിച്ച് ഈ ഒരു വർഷം നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ലക്ഷ്യം, ഒരു ഉദ്ദേശം, ജീവിതം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളത്, അതിന് വ്യക്തമായിട്ടുള്ളൊരു അറിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്, മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു, വേറെ ഒന്നിനെക്കുറിച്ചിട്ടുമല്ല, നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്, എല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് തന്നെ വയ്ക്കുന്നത് നല്ലതായിരിക്കും. എല്ലാത്തിൻ്റെയും ഒരു ലിസ്റ്റ് ആയിട്ടായിരിക്കും, ഒരു പുസ്തകം നിങ്ങൾക്കായിട്ട് വയ്ക്കുക. ഇന്ന കാര്യങ്ങൾ ഈ ഒരു വർഷം എനിക്ക് ചെയ്യണം എന്നുള്ളത് റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വയ്ക്കുക. അമിതമായിട്ടുള്ള പ്രതീക്ഷ വയ്ക്കാതെ ഇന്നത് ഇപ്പോൾ ചെയ്താൽ ഇത്ര സമയത്തിനുള്ളിൽ, ഇന്നൊരു സമയം, ഇപ്പോൾ ഒരാളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ബിസിനസ്സൊക്കെ ഒന്ന് സ്റ്റാർട്ടായി വരാൻ ഒരു വർഷം കഴിയും. 1 മുതൽ 3 വർഷം വരെയാണ് ബിസിനസ്. ഒരു 3 വർഷം സമയം അതൊരു വലിയ ലെവലിലേക്ക് എത്താൻ കൊടുക്കുക എന്നുള്ളത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവുകയാണ് എങ്കിൽ ഒരു വർഷത്തിലൊക്കെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ എല്ലാത്തിനും വേണ്ട ഒരു സമയം കൊടുക്കുക. പെട്ടെന്ന് ഒരു അത്ഭുതം സംഭവിച്ച് പെട്ടെന്നെല്ലാം സാധിക്കുക എന്നുള്ള ചിന്തയിലല്ല, റിയലിസ്റ്റിക് ആയിട്ട് വ്യക്തമായിട്ട് പ്ലാനിങ്ങോട് കൂടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീക്കുക. ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഇനി മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞ് ഇനി പുറകോട്ടേക്ക് തിരിഞ്ഞു നോക്കേണ്ടാത്തൊരു വർഷം എന്ന് തന്നെ പറയാം. ജോലി സംബന്ധമായിട്ടും, ജോലിയും സാമ്പത്തികവും, കരിയർ ആൻഡ് ഫിനാൻസും, അതേപോലെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും ഒക്കെ നിങ്ങൾക്ക് ഒത്തിരി സാധ്യതയുള്ളൊരു വർഷമാണ്. അപ്പോൾ ജോലി സംബന്ധമായിട്ട് ഏറ്റവും കൂടുതൽ പൊസിഷൻസ്, ഹയർ പൊസിഷനിലേക്ക് പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളും, അതായത് വലിയൊരു മാനേജർ പൊസിഷനിലോ ഒരു CEO, ഈവൻ അതിലും ആ ഒരു മികച്ച പൊസിഷനിലേക്ക് എത്താവുന്ന ഒരു സാധ്യത ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. ഔദ്യോഗിക ജീവിതത്തിൽ വലിയ വലിയ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇനി ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് അതുപോലുള്ള സാധ്യതകൾ, ഇപ്പോൾ ഓൾറെഡി ബിസിനസ് ഉള്ള ഒരാളാണെങ്കിൽ അടുത്തിടയ്ക്ക് തുടങ്ങിയിട്ടുള്ള ഒരു വർഷമൊക്കെ ആയിട്ടുള്ളൂ എങ്കിൽ ബിസിനസ്സിൽ വലിയൊരു ഉയർച്ച കാണിക്കുന്നുണ്ട്. ബിസിനസ്സിൽ മുന്നോട്ടേക്ക് പോകാതെ, ഇപ്പോൾ തൽക്കാലത്തിൽ ബിസിനസ്സിൽ എന്തെങ്കിലും അല്ലെങ്കിൽ തടസ്സമുണ്ട്, മുന്നോട്ടേക്ക് പോകുന്നില്ല എങ്കിൽ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ട്രാറ്റജൈസ് ചെയ്യുക, എവിടെയാണ് എന്താണ് ആവശ്യമുള്ളിടത്ത് ധനം ചിലവാക്കുക എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയാനുള്ളത്. കാരണം ചില ആളുകളും അനാവശ്യമായിട്ട് കുറേ പൈസ ചിലവാക്കുന്നുണ്ടാവും ഇന്ന കാര്യത്തിന്. പക്ഷെ ബിസിനസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഒരു കൗൺസിലർ, അതിന് വേണ്ടുന്ന ഒരു ബിസിനസ് കൺട്രോളർ, അങ്ങനെ എന്തെങ്കിലും ായിട്ട് ബന്ധപ്പെടുത്തി ബിസിനസ് അഡ്വൈസർ, അതുപോലെയുള്ള ആളുകളുടെ സഹായം തേടി എവിടേക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് നിങ്ങളുടെ ബിസിനസ് പുറകോട്ടേക്കാണെങ്കിൽ അതെല്ലാം നോക്കി എവിടെ എന്ത് മാറ്റം വരുത്തിയാൽ നിങ്ങൾക്കത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്നുള്ളൊരാളുടെ, ഒരു ബിസിനസ് അഡ്വൈസറുടെ സഹായം തേടുന്നത് ബിസിനസ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സഹായകരമായിരിക്കും. അപ്പോൾ എവിടെയാണ് പൈസ ചിലവാക്കേണ്ടതെന്ന് കൂടിയിട്ട് അറിയേണ്ടതുണ്ട്. അല്ലാതെ അമിതമായിട്ട് ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് എന്തെങ്കിലും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എടുത്ത് പറയുന്നത്. നിങ്ങൾ എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് ചെയ്യാം. പിന്നെ പല കാര്യങ്ങളും ചില ആളുകളും ചോദിക്കാറുണ്ട് മറ്റുള്ളവരോട്, ചിലപ്പോൾ സുഹൃത്തുക്കളോടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സയൻസിൽ ബിരുദം നേടിയ ഒരാളോട് കൊമേഴ്സിനെ കുറിച്ച് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ കൊമേഴ്സിലുള്ള ഒരാളോട് സയൻസിനെ കുറിച്ച് ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുമായിട്ട് വ്യക്തമായിട്ടുള്ള ആ ഒരു ഫീൽഡിലുള്ള ആളോട് ചോദിക്കാം. ചില ആളുകൾ എല്ലാവരോടും ചോദിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അറിയുന്ന ആരോടെങ്കിലും ചോദിക്കും. അവർക്ക് തോന്നുന്നത് എന്താണ് അവർ പറയും, അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതം നയിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വർഷം ശ്രദ്ധിക്കാനുള്ള, ഇത് ജീവിതം നിങ്ങളുടേതാണ്. കണ്ടവർ പറയുന്നത് കേട്ടിട്ട് എടുത്ത് ചാടാതിരിക്കുക. ലൈഫ് എങ്ങനെ കൊണ്ടുപോകണമെന്ന് ആലോചിച്ച് തീരുമാനിച്ചാൽ ജീവിതത്തിൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. 9 of Cups ആൻഡ് Queen of Swords എനർജി കണക്ഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്.
ചില ആളുകളെ സംബന്ധിച്ച് വിദേശത്തേക്കുള്ള പോകാനുള്ള യോഗം കാണിക്കുന്നുണ്ട്. വിദേശയാത്ര, വിദേശവാസ യോഗവും കാര്യങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സിംഗിൾ പാരൻസ് ആയിട്ടുള്ളവർ, ഒറ്റയ്ക്ക് അച്ഛനോ അമ്മയോ മാത്രം കുട്ടികളെ നോക്കുന്നവരെ സംബന്ധിച്ചും ഒത്തിരി കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സാധ്യതകളാണ്. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞവരാണെങ്കിലും നല്ല വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരാണെങ്കിലും രണ്ട് തരത്തിലും നിങ്ങൾക്ക് പറ്റുന്ന തരത്തിൽ എങ്ങനെ സാമ്പത്തികമായിട്ട് മുന്നോട്ടേക്ക് പോകാം എന്നുള്ളൊരു ചിന്തയിലൂടെ സ്വന്തം ജീവിതത്തിൽ നല്ലൊരു ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ ഒരു വരുമാന മാർഗം നേടാനുള്ള അവസരമാണ്. ഈ ഒരു അവസരം ഇങ്ങനെ എപ്പോഴും വരണമെന്നില്ല. അപ്പോൾ ഈ സമയം നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ളൊരു ചുവടുവെപ്പാണ്. ഡ്രീം കം ട്രൂ എനർജിയാണ്. അപ്പോൾ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ, ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ഒരു കോഴ്സ് പഠിച്ച് ഇന്ന സ്ഥലത്ത് ഇന്ന ജോലി വിദേശ രാജ്യത്ത് പോകുന്നതോ അല്ലെങ്കിൽ IAS IPS എഞ്ചിനീയർ ഡോക്ടർ മറ്റെന്തെങ്കിലും തരത്തിൽ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ അതിൽ നിങ്ങൾ മുന്നേറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ സ്വപ്നം വലിയ സ്വപ്നങ്ങളുള്ളവർ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെപ്സ് എടുക്കുക. വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല. അത് ഇവിടെ നിങ്ങൾ പലപ്പോഴും പലരെ സംബന്ധിച്ച് ഈ ഒരു സമയം സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും സ്വപ്നങ്ങളുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ തന്നെ കെടുത്താതിരിക്കുക. അതായത് ഇതൊന്നും സംഭവിക്കുക, നെഗറ്റീവ് ചിന്തകൾ മാറ്റിവെക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. ഈ ഒരു സമയം ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളെ കനിഞ്ഞ് അനുഗ്രഹിക്കുന്ന സമയമാണ്. ഈ ഒരു സമയം എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാം. ആ ഒരു കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക. നിങ്ങൾ ആ ഒരു ചെറിയ ചെറിയ കാര്യമാണെങ്കിൽ, ചെറിയ അച്ചീവ്മെൻ്റ് ആണെങ്കിലും ദൈവത്തിനോ നിങ്ങൾ ആ വിശ്വസിക്കുന്ന ദൈവിക ശക്തിയിൽ നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് വളരെ പ്രാധാന്യമുള്ളത്. അതുപോലെ തന്നെ ആളുകളോടും മറ്റുള്ളവരോടും ചുറ്റുപാടുമുള്ള എല്ലാത്തിനോടും നന്ദി പ്രകടിപ്പിക്കുക. കൊച്ചു കാര്യമാണെങ്കിൽ പോലും ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. സ്വന്തമായിട്ട് വീട് വയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്വന്തമായിട്ട് വീട് വയ്ക്കാനുള്ള അവസരം വരുന്നുണ്ട്. ഇപ്പോൾ ഈ ജീവിതം നിങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലല്ലാതെ മൊത്തത്തിലുള്ളൊരു മാറ്റം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. 9 of Cups ആൻഡ് ഡെത്ത് കാർഡാണ്. അപ്പോൾ ടോട്ടൽ ട്രാൻസ്ഫോർമേഷനാണ്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിലോ എല്ലാ ജീവിത മേഖലകളിലും വരുന്നുണ്ട്. അപ്പോൾ മാനസികമായിട്ടും നിങ്ങൾക്ക് ഒത്തിരി സന്തോഷവും സംതൃപ്തിയും തരുന്ന ഒരു സമയമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. കാരണം കുറച്ച് നാളായിട്ട് നിങ്ങൾക്ക് മനസ്സമാധാനം ഇല്ലാത്തൊരു ജീവിതമാണെങ്കിൽ മനസ്സമാധാനത്തോട് കൂടിയിട്ടുള്ളൊരു ജീവിതമാണ്. കുടുംബ അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എപ്പോഴും വഴക്കും പ്രശ്നങ്ങളുമാണ്. അങ്ങനെ ഒരു ജീവിതമാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എന്തോ നിങ്ങൾ തമ്മിൽ ആ ഒരു പഴയ അടുപ്പം ഫീൽ ചെയ്യുന്നില്ല, ആ ഒരു സ്പാർക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു തരത്തിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അതിൽ നിന്നൊരു മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ ഒരു കാലത്ത് സ്നേഹിച്ച് വിവാഹം കഴിച്ചവരായിരിക്കാം ചിലപ്പോൾ. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു സ്നേഹമൊന്നുമില്ല, ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് മാത്രം എന്നുള്ള രീതിയിൽ. അങ്ങനെ വിവാഹ ജീവിതം അടുത്തിടെയായിട്ടും ഒരു തരത്തിലും പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്കതൊന്നും ഇല്ല എങ്കിൽ അങ്ങനെയുള്ള ജീവിതത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു സംതൃപ്തിയും സന്തോഷവും ആ ഒരു പഴയ ഒരു പോസിറ്റിവിറ്റിയൊക്കെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നത്. 2 of Pentacles ആൻഡ് King of Pentacles എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വർഷം ഒത്തിരി സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സമയമാണ് എന്ന് മാത്രമല്ല ആളുകളുടെ സപ്പോർട്ടും കാണുന്നുണ്ട്. ഇപ്പം ചുറ്റുപാടുമുള്ളവർ, നിങ്ങളുടെ പാരൻസും നിങ്ങളുടെ സഹോദരങ്ങളോ ഭാര്യ ഭർത്താക്കന്മാർ കുട്ടികളും എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ ചുറ്റുമുള്ള ആളുകൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് സപ്പോർട്ട് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സപ്പോർട്ടിലൂടെ നിങ്ങൾക്ക് മുന്നേറ്റം കാണിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ സൈഡായിട്ട് ബിസിനസ് തുടങ്ങുന്നുണ്ടാവും. ബിസിനസ് ചെയ്യുന്നവരും ജോലിയിൽ മുന്നേറാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവാം. അതായത് ബിസിനസ് ഇപ്പോൾ അടുത്തിടയ്ക്കായിട്ട് ബിസിനസ്സിലാണ് ചെയ്യുന്നതെങ്കിൽ ജോലി നിർത്തിയിട്ട് ബിസിനസ് ചെയ്യുന്നവർ ബിസിനസ് സൈഡായിട്ട് ചെയ്യുന്നു. അതായത് മറ്റൊരാളെ ഏൽപ്പിച്ച് അത് ബിസിനസ് നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ പിന്നെ ജോലിയിലേക്ക് ചിലപ്പോൾ തിരിച്ചു പോകാം, അതിനും ഒരു സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ പുതിയൊരു ബിസിനസ്, അതായത് ഒന്നിൽ കൂടുതൽ വരുമാന മാർഗം ചിലപ്പോൾ കാണിക്കുന്നുണ്ട് ചില ആളുകൾക്ക്. അല്ലെങ്കിൽ വരുമാന മാർഗം അതിൽ ഒരു ഉയർച്ച, ചിലപ്പോൾ ഒരു കൊളാബറേഷൻ ആയിരിക്കും ഇത് സൂചിപ്പിക്കുന്ന. പുതിയൊരു ഇപ്പോൾ നിങ്ങൾക്കൊരു കടയുണ്ടെങ്കിൽ നിങ്ങൾ പുതിയൊരു കട കൂടി ഇടുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ വലിയൊരു രീതിയിലേക്ക് ബിസിനസ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളൊരു എനർജിയാണ്. ഫാമിലിയിൽ നല്ലൊരു അന്തരീക്ഷം എന്ന് പറയും. മാതാപിതാക്കൾക്ക് ഒത്തിരി സന്തോഷവും സംതൃപ്തിയും അഭിമാനവും നിങ്ങളെ കൊണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു തൃപ്തികരമായിട്ടുള്ള അന്തരീക്ഷമാണ്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ശാന്തമായിട്ടുള്ള
ഒരു വളരെ മനസമാധാനത്തോടു കൂടിയിട്ടുള്ളൊരു വർഷമെന്ന് പറയാം. കുട്ടികളെ കൊണ്ട് ഹസ്ബൻഡിനെ കൊണ്ടൊക്കെ വളരെയധികം തൃപ്തി ലഭിക്കുന്ന ഒരു സമയമെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.